ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അസീസ് തലച്ചിറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തലച്ചിറ അസീസിനെ തെരഞ്ഞെടുത്തു. 2020-25 നടന്ന പഞ്ചായത്ത് സമിതിയുടെ കാലഘട്ടത്തിൽ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ UDFിൻ്റെയും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിയാണ് കടന്നു വന്നത്. ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീനിയർ മെമ്പർമാർ വന്നതുകൊണ്ട് 3 പേർക്ക് കരാർ ചെയ്യുകയും ഒന്നാം ഘട്ടത്തിൽ 2 വർഷത്തേക്ക് അഡ്വക്കേറ്റ് D സജയകുമാറിനെയും രണ്ടാം ഘട്ടമായി സീനിയർ നേതാവ് കൂടിയായിരുന്ന ഞങ്ങളുടെ MB സജീവ് അവർകൾ മൂന്നാം ഭാഗമായി തലച്ചിറ അസീസിനും അവസരം നൽകിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ കരാറുണ്ടായത്. ആ കരാറ് പ്രകാരം ഇന്നേ ദിവസം ഈ മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MB സജീവ് അവർകൾ സ്ഥാനം ഒഴിയുകയും ആ അറിവ് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3-ാം ടേണിൽ പ്രസിഡന്റ് ആവേണ്ട എനിക്ക് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആവുവാൻ എൻ്റെ സഹപ്രവർത്തകർ വോട്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ സഹപ്രവർത്തകരുടെ സഹായത്തോടെയും അഭിപ്രായത്തിന് വിധേയമായും പഞ്ചായത്തിൻ്റെ സമൂലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കാലാവധി 1.5 വർഷക്കാലം പൂർത്തിയാക്കുവാനും സമസ്ത മേഖലയിലും ഉള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിർത്തി പഞ്ചായത്തിൻ്റെ പുരോഗതിക്കും നമ്മുടെ പഞ്ചായത്തിലെ 21 വാർഡിലെയും എല്ലാ ജനവിഭാഗങ്ങൾക്കും നന്മകൾ ഉണ്ടാകുന്നതിനും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും വെറൈറ്റി പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിനും എല്ലാവരുടെയും സഹായത്തോടു കൂടി മുന്നോട്ട് പ്രവർത്തിച്ചു പോകണം എന്നാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധ വികസനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവരിൽ നിന്നും എല്ലാ സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.